ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എല്ലാവരും എന്നെ വിഷ് ചെയ്യണമേ. ഹലോ, അപ്പോൾ നമ്മുടെ കുഞ്ഞുതെച്ചുവിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകേണ്ടതാണ്, നേരത്തെ ഉണരണമെന്ന്. അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് 5 മണിക്ക് ഉണർന്നു പുലർച്ചെ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5:30 ആയപ്പോൾ നമ്മുടെ ദച്ചുവേട്ടനെ വിളിക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ആളങ്ങ് തിരിഞ്ഞു കിടന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നേരെ അടുക്കളയിലോട്ട് ഓടി. അമ്മ അടുക്കളയിലോട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ദച്ചുപ്പാ. ഏട്ടൻ രാവിലെ എനിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു അല്ലേ എൻ്റെ ഫോൻ. അങ്ങനെ നല്ല കുട്ടിയായി നമ്മുടെ കുഞ്ഞുതെച്ചു. നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ വസുക്കുട്ടിക്ക് സ്കൂളുണ്ട്, നേരത്തെ പോകേണ്ടതുകൊണ്ട് അമ്പലത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ബർത്ത്ഡേ വിഷേഴ്സൊക്കെ പറഞ്ഞ് ആൾ നേരെ 7 മണിക്കുള്ള വണ്ടി വന്നു. അമ്മയും നമ്മുടെ കുഞ്ഞുതെച്ചു നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ വാനിൽ കയറ്റി വിടാൻ വേണ്ടി നേരെ പോയിട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഒരുക്കി കഴിഞ്ഞതാ അമ്മ നേരെ കുഞ്ഞുതെച്ചുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തലമുടിയൊക്കെ ചീവി അമ്പലത്തേക്ക് റെഡിയാക്കി അമ്മ ഒരു ചക്കര ഉമ്മയൊക്കെ കുഞ്ഞുതെച്ചുവിന് കൊടുത്തു കേട്ടോ. ഞാൻ റെഡിയായി, നമ്മുടെ കുഞ്ഞിപ്പെണ്ണും റെഡിയായി, കുഞ്ഞേട്ടനും റെഡിയായി. അച്ഛൻ കുടുംബ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കുഞ്ഞുതെച്ചും നിധിക്കുട്ടിയും കൂടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അമ്മ എന്തായാലും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ അമ്പലത്തിൽ പോകണം. കാരണം 8 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം. എന്നിട്ട് വേണം കുഞ്ഞുതെച്ചുവിന് നേരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരുവമ്പലൂർ ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം, ആരും കയ്യിൽ പിടിക്കാൻ പറ്റില്ല. കുഞ്ഞുതെച്ചു കുറേ പ്രാവശ്യം കയ്യിൽ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിപ്പെണ്ണ് ഒരു വിരൽ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അത് അച്ഛൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ച് അമ്പലത്തിനകത്ത് കയറിയപ്പോൾ ആളിങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ആദ്യമായിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ രാവിലെ നേരത്തെ ഇവിടെ അമ്പലത്തേക്ക് വരുന്നത്. സാധാരണ ഈ ടൈമിൽ അങ്ങനെ എണിക്കാറില്ലല്ലോ. അപ്പം ഇന്ന് എന്തായാലും കുഞ്ഞാട്ടിൻ്റെ ബർത്ത്ഡേക്ക് ആൾ നേരത്തെ കുളിച്ച് റെഡിയായി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിന് അകത്ത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുതെച്ചുവിന് ഞങ്ങൾ എന്തായാലും പായസത്തിനും അർച്ചനയ്ക്കൊക്കെ കൊടുത്തു. കുഞ്ഞിപ്പെണ്ണ് അവിടെ തൊഴുതു കൊണ്ടിയൊക്കെ ഇരിക്കുവാണ് കേട്ടോ. ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയ ഓട്ടത്തിലാണ് കുഞ്ഞിപ്പെണ്ണ്. പറ്റി തൊഴു വേണ്ട വേണ്ട. അത് ആരത്? ഏട്ടനാ? ഇതാ ഏട്ടനാണ്. തല്ലി കുഞ്ഞിപ്പെണ്ണ് എന്തായാലും അമ്പലത്തിനകത്ത് കയറ്റിയപ്പോൾ കുഞ്ഞേട്ടൻ സൈലൻ്റായി, കുഞ്ഞിപ്പെണ്ണ് വയലൻ്റായി. ഭയങ്കര ബഹളമായിരുന്നു. ഏട്ടാ വിളിയും ബഹളവും ഒക്കെ ആയിട്ട് ഫുൾ ഓടി നടക്കുമായിരുന്നു. ഞാൻ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞിപ്പെണ്ണ് എന്താ